എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ 4ാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു എന്താണ് ഒരു സർക്കുലർ രീതിയിലുള്ള ഒരു കോയിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്ന പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടായിരുന്നു. ഏതൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് കറന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് സോളിനോയിഡിനെ കുറിച്ചാണ്. അതായത് നമുക്കിപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് മനസ്സിലായി. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ എന്താണ് ഏത് രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം, അതായത് കമ്പിച്ചുരുൾ ഉപയോഗിച്ചിട്ട് വൈദ്യുതി കാന്തികഫലം പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ സോളിനോയിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോളിനോയിഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും ഉണ്ടാക്കുന്ന ഒരു ചെമ്പ് കമ്പി എടുത്തിട്ട് ഒരു PVC പൈപ്പിൽ നമ്മളിങ്ങനെ ചുറ്റുക. മനസ്സിലാവുന്നത്? ചുറ്റി കഴിഞ്ഞാൽ ആ PVC പൈപ്പ് മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് വരുമല്ലോ, ഒരു സർക്കുലർ ഷേപ്പ് വരും അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസുലേറ്റഡ് കണ്ടക്ടർ വൂണ്ടിന്റെ സ്പൈറൽ ഷേപ്പ് ഈസ് എ സോളിനോയിഡ്. ദ സെന്റേഴ്സ് ഓഫ് ഓൾ ദ ടേൺസ് ലൈ ഇൻ ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ. സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്ത ഒരു കവചിത ചാലകമാണ് സോളിനോയിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ എല്ലാ ചുറ്റുകളുടെയും കേന്ദ്രങ്ങൾ ഒരേ രീതിയിലായിരിക്കും, ഒരേ നേർരേഖയിലായിരിക്കും. മനസ്സിലായല്ലോ? പറഞ്ഞു നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു PVC പൈപ്പ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചുമ്മാ ചുറ്റുക, അപ്പൊ ഒരു സ്പ്രിങ് പോലെ വരും. മനസ്സിലാവുന്നില്ല? അതാണ് ഈ സോളിനോയിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സോളിനോയിഡ് നമ്മൾ എടുത്തു. ആദ്യമേ നമ്മളൊരു ഒരു 2 മീറ്റർ നീളമുള്ള ഒരു ചെമ്പ് കമ്പി എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി. മനസ്സിലായല്ലോ? ഈ ഒരു രീതിയിൽ ചുറ്റി. അതിനുശേഷം ഇച്ചിലൂടെ നീളം കൂടിയ ഒരു ചെമ്പ് കമ്പി എടുത്ത് നമ്മൾ ഒന്നുകൂടി ചുറ്റി. അപ്പൊ എന്താ സംഭവിക്കും? നീളം കൂടിയ ചെമ്പ് കമ്പി ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇച്ചിലൂടെ ചുറ്റുകളുടെ എണ്ണം കൂടും, അതായത് നമ്പർ ഓഫ് ടേൺസ് കൂടും. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ നമ്പർ ഓഫ് ടേൺസ് കൂടി കഴിയുമ്പോൾ നമുക്കറിയാം എന്താണ്, നമ്മളൊരു കറണ്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് നമ്പർ ഓഫ് ടേൺസിനെ കൂടി കഴിയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അവിടെ കൂടും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ, ഇല്ലേ? ഓർക്കുന്നുണ്ടോ? നമ്പർ ഓഫ് ടേൺസ് കൂടി ഇപ്പൊ ഡിഫ്ലക്ഷൻ കൂടുതലുണ്ടായാൽ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ക്ലിയർ ആയല്ലോ? സോളിനോയിഡ് എന്താന്ന് മനസ്സിലായല്ലോ? ഇൻസുലേറ്റഡ് കണ്ടക്ടർ വൂണ്ടിന്റെ സ്പൈറൽ ഷേപ്പിനെ ഈസ് എ സോളിനോയിഡ്. ഒരു സ്പൈറൽ ഷേപ്പിൽ ഇങ്ങനെ വരുന്ന സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്ത ഒരു കവചിത ചാലകമാണ് സോളിനോയിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ്, എല്ലാ ചുറ്റുകളും കണ്ടില്ല ഇങ്ങനെ എല്ലാ ചുറ്റുകളുടെയും കേന്ദ്രങ്ങളുണ്ടല്ലോ, അതെല്ലാം എങ്ങനെയായിരിക്കും? ഒരേ നേർരേഖയിലായിരിക്കും പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ 2 ഇതുപോലത്തെ സോളിനോയിഡ് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഒന്നെന്ന് പറഞ്ഞ ഒരു 2 മീറ്റർ നീളമുള്ളത്. അപ്പൊ ഞാൻ നോക്കിയാൽ നമ്പർ ഓഫ് ടേൺസ് ഇതാ ഈ രീതിയിൽ വന്നു. ഇനി ഒരു 4 മീറ്റർ നീളമുള്ള എടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും? 4 മീറ്റർ നീളമുള്ള ആകുമ്പോൾ എങ്ങനെയാണ് നമ്പർ ഓഫ് ടേൺസ് അവിടെ കൂടുവാണ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? നമ്പർ ഓഫ് ടേൺസ് അവിടെ കൂടി. ഇനി നമ്മൾ ആദ്യത്തെ ഈ ഒരു ചെമ്പ് കമ്പി ഇതാ നോക്കിയേ, ഒരു ബാറ്ററി ആയിട്ട് അവിടെ കണക്ട് ചെയ്തു. ആദ്യത്തെ ഈ ചെമ്പ് കമ്പി, അതായത് നമ്പർ ഓഫ് ടേൺസ് കുറവുള്ള 2 മീറ്റർ നീളമുള്ള ആ ഒരു ചെമ്പ് കമ്പി നമ്മളിവിടെ എന്താണ് ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു, സ്വിച്ച് ഓൺ ചെയ്തു. ഇവിടെ എന്താണ് വെച്ചിരിക്കുന്നത്? മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് കോമ്പസിൽ ഇങ്ങനെ ഡിഫ്ലക്ഷൻ കാണും. കറണ്ട് പാസ് ചെയ്യുമല്ലേ? കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്താണ് ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? വാട്ട് ഡു യു ഒബ്സർവ് വെൻ യു ടേൺ ഓൺ ദ ബെൽ സ്വിച്ച്? ബെൽ സ്വിച്ച് ടേൺ ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കോമ്പസ് ഇല്ലേ, മാഗ്നറ്റിക് കോമ്പസ് ഡിഫ്ലക്റ്റ് എന്ന് പറയാം ഇല്ലേ? മാഗ്നറ്റിക് കോമ്പസ് ഡിഫ്ലക്റ്റ് എന്ന് പറയാം. മാഗ്നറ്റിക് കോമ്പസിനവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത് പറയാം. ക്ലിയർ ആയാലോ? ഇനി ഇതിന് പകരം നമ്മളിപ്പോൾ ഈ 2 മീറ്ററിന്റെ അല്ല വെച്ച്, 2 മീറ്ററിന്റെ പകരം നമ്മൾ ഈ 4 മീറ്റർ ഇങ്ങോട്ട് കണക്ട് ചെയ്തു. ക്ലിയർ ആയ പറഞ്ഞത് ഇവിടെ നോക്കിയാൽ 2 മീറ്ററിന്റെ പകരം 4 മീറ്റർ നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്തു. ക്ലിയർ ആയാലോ? കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? കറണ്ട് ഇതിലും വഴി ഫ്ലോ ചെയ്യും. ക്ലിയർ ആയാലോ? അപ്പോഴും എന്താണ് ഇവിടെ കാണുന്നത്? ഡിഫ്ലക്ഷൻ ഉണ്ടാവും. പക്ഷെ ഡിഫ്ലക്ഷൻ നേരത്തതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 2 മീറ്ററിന്റെ സോളിനോയിഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ? കൂടുതലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതിന് കാരണം എന്താണ്? ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടി ഇല്ലേ? നമ്പർ ഓഫ് ടേൺസ് കൂടി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നമ്പർ ഓഫ് ടേൺസ് കൂടുവാണെങ്കിൽ മോർ റിഫ്ലക്ഷൻ ഉണ്ടാവും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? നൗ വാട്ട് ഡു യു ഒബ്സർവ്? ദ ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ഓർ ഡിക്രീസ്? എന്തായിരിക്കാം? ഡിഫ്ലക്ഷൻ അവിടെ ഇൻക്രീസ് ചെയ്യും ഇല്ലേ? ഡിഫ്ലക്ഷൻ അവിടെ കൂടുവാണ് ചെയ്യുന്നത്, വിഭ്രംശം അവിടെ കൂടുവാണ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്തായിരിക്കാം? മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അവിടെ കൂടി ഇല്ലേ? സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ് എന്ന് പറയാം കേട്ടോ. സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് സംഭവിച്ചു? ഇൻക്രീസസ് എന്ന് പറയാം കേട്ടോ. ഇൻക്രീസസ്, അതായത് കാന്തിക മണ്ഡലത്തിന്റെ ശക്തി അവിടെ
കൂടി. അങ്ങനെ എഴുതോട്ടോ, കാന്തിക മണ്ഡലത്തിന്റെ ശക്തി കൂടി. അതുകൊണ്ടാണ് അവിടെ എന്താണ് ഡിഫ്ലക്ഷൻ കൂടുതലാവാൻ കാരണം. ക്ലിയർ ആയല്ലോ? ഇനി ഈ സോളിനോഡിൽ കൂടെയുള്ള കറന്റ് വർദ്ധിപ്പിക്കുക. ഇപ്പൊ ഒരു സപ്പോസ് ഒരു 3 വോൾട്ട് അവിടെ കൊടുത്തതെന്ന് വിചാരിച്ചു, ഇനി ഒരു 4 വോൾട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു 3 വോൾട്ട് മാറ്റിച്ച് സപ്പോസ് അത് കറണ്ട് വോൾട്ട് നമ്മൾ കൂട്ടുവാണ്, അപ്പൊ എന്താണ് കറണ്ട് അവിടെ കൂടും ഇല്ല. അപ്പൊ കറണ്ട് കൂടുമ്പോഴും എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ചതാണ്, കറണ്ട് കൂടുമ്പോഴും ഡിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും? കൂടും അല്ലേ? രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതല്ലേ? മാഗ്നറ്റിക് ഫീൽഡിനെ സ്ട്രെങ്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നമ്പർ ഓഫ് ടേൺസ് കൂടി, നമ്പർ ഓഫ് ടേൺസ് കൂടിയപ്പോഴും ഡിഫ്ലക്ഷൻ കൂടി. അതുപോലെ തന്നെ കറന്റും കൂട്ടി. രണ്ട് കേസിലും നമ്മൾ കറണ്ട് കൂട്ടുക. കറണ്ട് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഡിഫ്ലക്ഷൻ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ സോളിനോഡിൽ കൂടെയുള്ള കറണ്ടും വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? അവിടുത്തെ ഡിഫ്ലക്ഷൻ അവിടെ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഇത് രണ്ടെണ്ണം മനസ്സിലായല്ലോ? നമ്മൾ ആദ്യമേ നമ്പർ ഓഫ് ടേൺസ് കുറഞ്ഞതും നമ്പർ ഓഫ് ടേൺസ് കൂടുതലും വെച്ചു, അപ്പോഴും എന്ത് സംഭവിച്ചു? ഡിഫ്ലക്ഷൻ അവിടെ കൂടി. കറന്റും കൂട്ടി, അപ്പോഴും എന്ത് സംഭവിച്ചു? ഡിഫ്ലക്ഷൻ അവിടെ കൂടി. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ സോളിനോഡിന്റെ ഉള്ളിലേക്ക് നമ്മളൊരു കോറായിട്ട് ഒരു പച്ചിരുമ്പ് വെച്ചു, ഒരു സോഫ്റ്റ് അയൺ കേട്ടോ, ഒരു സോഫ്റ്റ് അയൺ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചു. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയാ പറഞ്ഞത്? ഒരു സോഫ്റ്റ് അയൺ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചു, എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായാ പറഞ്ഞത്? നമ്മൾ ആദ്യമേ എന്താണ് നമ്പർ ഓഫ് ടേൺസ് കുറഞ്ഞത് വെച്ചു, പിന്നെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലുള്ളത് വെച്ചു, പിന്നെ കറന്റും കൂട്ടി ഇല്ല. അപ്പോഴും എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഡിഫ്ലക്ഷൻ അവിടെ കൂടുന്നതായിട്ട് മനസ്സിലായി. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നമ്മളൊരു സോഫ്റ്റ് അയൺ ഒരു പച്ചിരുമ്പ് വെക്കുവാണ്. മനസ്സിലായല്ലോ? അപ്പം എന്ത് സംഭവിക്കും? അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡിഫ്ലക്ഷൻ അവിടെ കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഇതാകൊണ്ടോ പ്ലേസ് എ പീസ് ഓഫ് സോഫ്റ്റ് അയൺ ആസ് എ കോർ ഓഫ് ദ സോളിനോഡ്, ടേൺ ഓൺ ദ ബെൽ സ്വിച്ച്. വാട്ട് ഡു യു ഒബ്സർവ്? നമുക്കവിടെ എന്ത് സംഭവിക്കാം? മോർ ഡിഫ്ലക്ഷൻ എന്ന് പറയാം ഇല്ലേ? ഡിഫ്ലക്ഷൻ അവിടെ കൂടി എന്ന് പറയാം. മോർ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ എങ്ങനെയാണ്? ഇൻക്രീസസ് എന്ന് പറയാം അല്ലേ? അങ്ങനെ എഴുതാം കേട്ടോ. ഡിഫ്ലക്ഷൻ ഇൻക്രീസസ് എന്ന് പറയാം. ഡിഫ്ലക്ഷൻ ഇൻക്രീസസ്, അതായത് ഡിഫ്ലക്ഷൻ അവിടെ കൂടി, വിഭ്രംശം അവിടെ കൂടിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്താണ് ഇവിടെ ഈ ചിത്രത്തിൽ നോക്കി, ഇവിടെ എന്താണ് ഇതിനേക്കാളും എന്താണ് ചേതതല പരപ്പളവ് കൂടിയതൊരു സംഭവം വെച്ചു. ലാർജ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇത് എന്താണ് സർഫസ് ഏരിയ കുറഞ്ഞു വരുന്ന ഒന്നാണ് വെച്ച്. ഇവിടെ എങ്ങനെയാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയത്, ഇച്ചിരി വണ്ണം കൂടിയില്ലേ, അത് വെച്ചു. മനസ്സിലായില്ലേ? എന്നിട്ടും ഇതേ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുവാണ്. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടുതൽ ഡിഫ്ലക്ഷൻ, മോർ ഡിഫ്ലക്ഷൻ എന്ന് പറയാം കേട്ടോ. മോർ ഡിഫ്ലക്ഷൻ ദാൻ പ്രീവിയസ് എന്ന് പറയാം കേട്ടോ. ഇതിനേക്കാളും കൂടുതലായിട്ട് ഡിഫ്ലക്ഷൻ അവിടെ ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായി? നമ്മൾ കുറെ എക്സ്പെരിമെന്റ് ചെയ്തല്ലോ. അപ്പൊ ഈ എക്സ്പെരിമെന്റിൽ നിന്നെല്ലാം എന്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു? അപ്പൊ ഈ 4 എക്സ്പെരിമെന്റ് ആദ്യമേ നമ്മൾ എന്താണ് വെറുതെ ഒരു നമ്പർ ഓഫ് ടേൺസ് കുറഞ്ഞത് വെച്ചു, പിന്നെ എന്താണ് നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ വെച്ചു. അപ്പോഴും ഇവിടെ എന്ത് സംഭവിച്ചു? ഡിഫ്ലക്ഷൻ അവിടെ ഇൻക്രീസ് ചെയ്തു ഇല്ല? ഡിഫ്ലക്ഷൻ അവിടെ ഇൻക്രീസ് ചെയ്തു. ദെൻ ഈ ഒരു കേസിൽ സോഫ്റ്റ് അയൺ വെച്ചപ്പോഴും അവിടെ എന്താണ് ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്തു. ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ലാർജ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ളത് വെച്ചപ്പോഴും എന്താണ് ഡിഫ്ലക്ഷൻ അവിടെ ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്തത്. പിന്നെ നമ്മൾ കറന്റും കൂട്ടിയപ്പോൾ എന്താണ് ഡിഫ്ലക്ഷൻ അവിടെ കൂടുവാണ് ചെയ്തത്. ക്ലിയർ ആയല്ലോ? അപ്പം ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മൾ എക്സ്പെരിമെന്റ് നടത്തിയില്ല, അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു സോളിനോഡിന്റെ കേസിൽ നമ്മളൊരു സോളിനോഡിലേക്ക് കറന്റ് കൊടുത്തു അല്ലെ? സോളിനോഡിലേക്ക് എല്ലാം കറന്റ് കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും? അതിന്റെ കാന്തശക്തിയെ സ്വാധീനിക്കുന്നുണ്ട് ഇല്ലേ? കറണ്ട് കൊടുത്തപ്പോൾ അതിന്റെ കാന്തശക്തി അവിടെ ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് അവിടെ ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഈ മാഗ്നറ്റിക് സ്ട്രെങ്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ് അല്ലെ? നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, കറന്റ് ഉണ്ട്, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറന്റ് എന്ന് പറയാം. കറന്റിന്റെ അളവിനനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് സോഫ്റ്റ് അയൺ കോർ നമ്മൾ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ലാർജ് സർഫസ് ഏരിയ ഉള്ള അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്തപ്പോഴും എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അവിടെ കൂടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു സോളിനോഡിൽ കൂടെ കറന്റ് ഫ്ലോ ചെയ്യുവാണ്. അപ്പൊ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമുക്ക് ഏതൊക്കെ പറയാം? ഇതാ നോക്കിയേ, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കണ്ടക്ടർ പെർ യൂണിറ്റ് ലെങ്ത് ഇല്ലേ? ഓരോ ലെങ്തിനനുസരിച്ചിട്ടും ഇല്ലേ? യൂണിറ്റ് നീളത്തിലുള്ള ചുറ്റുകളുടെ എണ്ണം നമ്മൾ 2 മീറ്റർ വെച്ചു, പിന്നെ നീളം കൂട്ടിയപ്പോൾ അതനുസരിച്ച് കൂടി. പിന്നെ എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കറന്റ്
ഇല്ലേ? കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ്, കറണ്ട് അളവിനനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ടല്ലോ. പിന്നെ പ്രസൻസ് ഓഫ് സോഫ്റ്റ് ആൻഡ് കോർ, സോഫ്റ്റ് ആൻഡ് കോർ വെച്ചപ്പോഴും വ്യത്യാസം വന്നു, ഡിഫ്ലക്ഷൻ അവിടെ കൂടി അല്ലെങ്കിൽ സ്ട്രെങ്ത് അവിടെ കൂടി. അതുപോലെ തന്നെ എന്താണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അത് സോഫ്റ്റ് ആൻഡ് കോർ അല്ലേ? ആ സോഫ്റ്റ് ആൻഡ് കോറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടിയപ്പോഴും എന്ത് സംഭവിച്ചു? മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അവിടെ കൂടി. ക്ലിയർ ആയാ പറഞ്ഞത്? അപ്പൊ ഇത് ഈ 4 കാര്യങ്ങൾ എന്താണ്? ഒരു സോളിനോയിഡിലൂടെ നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നമ്പർ ഓഫ് ടേൺസ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്ന് പറയാം, പ്രസൻസ് ഓഫ് സോഫ്റ്റ് ആൻഡ് കോർ, അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സോഫ്റ്റ് ആൻഡ് കോർ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? യൂണിറ്റ് നീളത്തിലുള്ള ചാലകചുറ്റുകളുടെ എണ്ണമാണ്, കറന്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പച്ചിരുമ്പിന്റെ സാന്നിധ്യം, അതുപോലെ തന്നെ ഛേദതല പരപ്പളവും, ആ പച്ചിരുമ്പിന്റെ ഛേദതല പരപ്പളവും അവിടെ സ്വാധീനിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി അതൊക്കെ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ സ്വാധീനിക്കുന്നത്? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതായത് ഇലക്ട്രിക് കറണ്ട് ഇന്റൻസിറ്റി കൂട്ടിക്കഴിയുമ്പം കൂടുന്നുണ്ട് ഇല്ലേ? ഇന്റൻസിറ്റി, അതായത് ഇലക്ട്രിക് കറണ്ടിന്റെ ഇന്റൻസിറ്റി നമ്മൾ കൂട്ടിക്കഴിയുമ്പോൾ സ്ട്രെങ്ത് കൂടുന്നുണ്ട്. നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിയുമ്പോഴും സ്ട്രെങ്ത് കൂടുന്നുണ്ട്. സോഫ്റ്റ് ആൻഡ് കോർ ഉപയോഗിക്കുമ്പോഴും സ്ട്രെങ്ത് കൂടുന്നുണ്ട്. ശരിയല്ലേ? അതുപോലെ തന്നെ ആ സോഫ്റ്റ് ആൻഡ് എന്താണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴും, മനസ്സിലായോ? സോഫ്റ്റ് ആൻഡ് കോറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴും അവിടെ എന്താണ്? അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അവിടെ കൂടുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? വൈദ്യുതവാഹിയായ സോളിനോയിഡിന്റെ കാന്തശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? യൂണിറ്റ് നീളത്തിലുള്ള ചാലകചുറ്റുകളുടെ എണ്ണം, കറന്റ് ഉണ്ട്, പച്ചിരുമ്പ് കോറിന്റെ സാന്നിധ്യം ഉണ്ട്, ഛേദതല പരപ്പളവ് കൂടിയ പച്ചിരുമ്പ് കോറും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ഇതെല്ലാം കൂടുവാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അവിടെ കൂടുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ 4 പോയിന്റ് കേട്ടോ, നമ്പർ ഓഫ് ടേൺസ്, കറന്റ്, അതുപോലെ തന്നെ എന്താണ് സോഫ്റ്റ് ആൻഡ് കോർ അല്ലെ, അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി സോഫ്റ്റ് ആൻഡ് കോർ. അതെങ്ങനെയാണ്? ഇതിന്റെ വാല്യൂ ഒക്കെ കൂടുമ്പോ, മനസ്സിലാവുന്നുണ്ടോ? ഇത് 4 നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിന് വ്യത്യാസം വരുന്നുണ്ട്. ആ സ്ട്രെങ്തിന് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? ഇതിന്റെ വാല്യൂ എല്ലാം കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിന് അവിടെ വ്യത്യാസം വരുന്നുണ്ട്. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അവിടെ കൂടുന്നുണ്ട്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇന്റൻസിറ്റി ഓഫ് കറന്റ്, ഇൻക്രീസ് നമ്പർ ഓഫ് ടേൺസ്, സോഫ്റ്റ് ആൻഡ് കോർ, അതുപോലെ തന്നെ ഇൻക്രീസ് ഏരിയ ഓഫ് സോഫ്റ്റ് ആൻഡ് കോർ. ക്ലിയർ ആയല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. എക്സ്പെരിമെന്റ് തന്നിട്ട് വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഓഫ് ദി സോളിനോയിഡ് എന്ന് ചോദിക്കാം. മനസ്സിലായല്ലോ? അപ്പം പോയിന്റുകളായിട്ട് പഠിച്ചു വെച്ച് എഴുതുക കേട്ടോ. ഇനി നമ്മള് ഒരു സോളിനോയിഡിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഈ സോളിനോയിഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടു സോളിനോയിഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ ഇരിക്കുന്നത് സോളിനോയിഡ് അല്ലേ? സോളിനോയിഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ സോളിനോയിഡിന് നമ്മൾ അറ്റം ഉണ്ടല്ലോ, അഗ്രങ്ങളുണ്ടല്ലോ, അവിടെ നമ്മൾ നോക്കിയിട്ട് എന്താണ് അത് ഏത് ഡയറക്ഷനിലാണ് അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് അവിടെ കറണ്ട് പോകുന്നത് നോക്കിയിട്ട് നമുക്ക് അതിന്റെ ഏത് പോളാണ്, അതാണ് ഈ സോളിനോയിഡിന്റെ ഒരു സൈഡിൽ ഏത് പോളാണ്, മറ്റേ സൈഡിൽ ഏത് പോളാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അപ്പം സോളിനോയിഡ് നമ്മളിങ്ങനെ ചുരുണ്ടിട്ടുണ്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ കറണ്ട് അതിലും വഴി ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ദാ ഇങ്ങനെ ഇരിക്കുന്നത് സോളിനോയിഡാണ്. അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഈ രീതിയിലാണെങ്കിൽ നമ്മൾ നോക്കും, നമ്മുടെ ഫേസിലേക്ക് പിടിച്ചു നോക്കുമ്പം എന്താണ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണോ അതനുസരിച്ചിട്ട് അതിന്റെ പോള് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ദാ കറണ്ട് ഫ്ലോ ചെയ്യുന്നതാ നോക്കിയേ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നോക്കുക കേട്ടോ. ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെങ്കിൽ അത് സൗത്ത് ആയിരിക്കും. സൗത്ത് എസ് എന്ന് പറഞ്ഞാൽ എസ് ഷേപ്പിലല്ലേ കറണ്ട് ഇതാ ഫ്ലോ ചെയ്യുന്നത്, എസ് ഷേപ്പിലല്ലേ, അപ്പൊ സൗത്ത് ആയിരിക്കും. ഇനി കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെ, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകും. അതാണ് ഒരു എൻഡ് പോലെയല്ല. അപ്പൊ ആയിരിക്കും അതിന്റെ ഡയറക്ഷൻ നോർത്ത് ആയിരിക്കും. നമ്മളൊരു സോളിനോയിഡ് നമ്മുടെ ഫേസിലേക്ക് വെച്ച് നോക്കുവാണെങ്കിൽ, ഫേസിന് നേരെ വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെങ്കിൽ ആ ഒരു ഫേസ് അല്ലെങ്കിൽ ആ ഒരു അഗ്രം ഏതായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എൻ്റെ ഏതായിരിക്കും? നോർത്ത് പോളും ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ സോളിനോയിഡിന്റെ അഗ്രങ്ങളിലുള്ള അഗ്രങ്ങളിലുള്ള എന്താണ് ആ ഡയറക്ഷനിലുള്ള അത് നോക്കിയിട്ട് അതിന്റെ ധ്രുവത നമുക്ക്, പൊളാരിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. Clear ആണല്ലോ? നോക്കിയേ, the current flows in the clockwise direction at one end of the solenoid. What will be the polarity at that end? ഏതായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ? സൗത്ത് പോൾ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? വാട്ട് അബൌട്ട് ദ എൻഡ് ഇൻ വിച്ച് കറന്റ് ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നോർത്ത് ആയിരിക്കും.
മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നിങ്ങളുടെ കൈ ഉണ്ടല്ലോ, കൈ ഇങ്ങനെ ചുരുട്ടി വിരലുകളെല്ലാം ചുരുട്ടി പിടിച്ച് നമ്മുടെ ഫേസിന് നേരെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സോളിനോയിഡിന്റെ രൂപത്തിൽ വരും. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെങ്കിൽ അത് സൗത്ത് പോൾ ആണ്, മറ്റേ നോർത്ത് ആണ്. ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്? അത് എന്താണ്, നോർത്ത് പോൾ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടല്ലോ, ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ ചൂട്ടി വിരലുകളെല്ലാം ചൂട്ടി വെക്കുക. അപ്പോൾ ആ വിരലിന്റെ ഡയറക്ഷൻ നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? വിരലിന്റെ ഡയറക്ഷൻ നമുക്കറിയാം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പോൾ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഫേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, സൗത്ത് ആയിരിക്കും. നിങ്ങളുടെ വലത് കൈ വെച്ച് നോക്കിയാൽ വലത് കൈ ഇങ്ങനെ ചൂട്ടി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വിരലുകളെല്ലാം ഇങ്ങനെ ആയിരിക്കും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലത് കൈ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പോർഷൻ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പോർഷൻ നോർത്ത് പോൾ ആയിരിക്കും. അപ്പം അങ്ങനെയൊന്ന് നിങ്ങളൊന്ന് കൈ വെച്ചൊന്ന് നോക്കൂ കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഏത് സോളിനോഡിന്റെ കേസിൽ ഏത് പോളാണെന്ന് മനസ്സിലാക്കുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെങ്കിൽ സൗത്ത് പോൾ ആണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അതെങ്ങനെയാണ്, നോർത്ത് പോളും ആണ്. ഇനി വേറൊരു മെത്തേഡിലും ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ സോളിനോഡിനെ കണ്ടോ, സോളിനോഡിനെ നമ്മളിങ്ങനെ ചുറ്റി പിടിച്ചിരിക്കുമ്പം ഈ തമ്പുണ്ടല്ലോ, ഈ തമ്പ് നമ്മളിലേക്ക് വരും. അതായത് സോളിനോഡിന്റെ വലത് കൈ കൊണ്ട് ചുറ്റി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന വിരലുകളുണ്ടല്ലോ അത് കറണ്ടിന്റെ ദിശയിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ പെരുവിരല് കേട്ടോ, പെരുവിരൽ ഫോക്കസ് ചെയ്യുന്നത് നോർത്തിലേക്കായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കറണ്ടിന്റെ ദിശയിൽ 4 വിരലുകൾ വരത്തക്ക വിധത്തിൽ സോളിനോഡിനെ നമ്മൾ വലത് കൈ കൊണ്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല വലത് കൈ കൊണ്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ആ പെരുവിരൽ സൂചിപ്പിക്കുന്ന ദിശയിലായിരിക്കും സോളിനോഡിന്റെ നോർത്ത് പോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്താൽ നിങ്ങളുടെ വിരലുകൾ ചുമ്മാ ചുരുട്ടി പിടിച്ചിരിക്കുക. അപ്പോൾ നോക്കുക വിരലുകളുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കുമല്ലോ വിരലുകൾ പോകുന്നത്. അപ്പൊ എന്താണ്, അത് നോർത്ത് പോൾ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും പറയാം കേട്ടോ. ഇഫ് യു ഹോൾഡ് എ കറന്റ് ക്യാരിയിങ് സോളിനോഡ് വിത്ത് യുവർ റൈറ്റ് ഹാൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് യുവർ 4 fingers curl in the coils in the direction of current. കണ്ടല്ലേ, ഈ 4 ഫിംഗേഴ്സും കറന്റ് ഡയറക്ഷനിലാവുകയാണെങ്കിൽ തമ്പ് പോയിന്റ്സ് ടുവേഴ്സ് എ നോർത്ത് പോൾ ഓഫ് ദി സോളിനോയിഡ്. കറന്റ് ദിശയിൽ 4 വിരലുകൾ വരത്തക്ക വിധത്തിൽ ഒരു സോളിനോയിഡിനെ വലത് കൈ കൊണ്ട് ചുറ്റിപ്പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ വലത് കൈയുടെ പെരുവിരല് അതെങ്ങനെയായിരിക്കും, സോളിനോയിഡിന്റെ നോർത്ത് പോൾ ആയിരിക്കും. അങ്ങനെയും വേണമെങ്കിൽ പറയാം. ഏതാണ് നിങ്ങൾക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇനി ഈ സോളിനോഡ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, കാന്തിക ഫലം പ്രയോജനപ്പെടുത്താനാണ് കേട്ടോ. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, നമ്മൾ ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള പർപ്പസുകളൊക്കെ ഉണ്ട് ഇല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളൊക്കെ എന്താണ് മാഗ്നറ്റിക് എഫക്റ്റുകളുണ്ട് ഇല്ലേ. അപ്പം ആ മാഗ്നറ്റിക് എഫക്റ്റിന്റെ എന്താണ് യൂട്ടിലൈസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റ് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് സോളിനോയിഡ് ഉപയോഗിക്കുന്നത്. വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്താനാണ് സോളിനോയിഡുകളൊക്കെ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇതാണ് സോളിനോയിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു ഇല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ 4 പോയിന്റുകൾ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ 4 പോയിന്റ് ഉണ്ട്. അത് 4 പോയിന്റ് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ എങ്ങനെയാണ് അതിന്റെ പോള് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അത് മിക്കപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ സൗത്ത് ആണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെങ്കിൽ അതാണ് നോർത്ത് ആണ്. ക്ലിയർ ആയല്ലോ. അല്ലെങ്കിൽ വേറൊരു മെത്തേഡിലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കിക്കോളുക. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റ്സിനെ കുറിച്ചാണ്. ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിസിറ്റി കൊടുത്തു. നമ്മളിപ്പോൾ കണ്ടത് തന്നെ സോളിനോഡ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ എന്താണ്, അവിടെ മാഗ്നറ്റിക് എഫക്റ്റ് വരുമല്ലേ ചെയ്യുന്നത്. വൈദ്യുതി ഉപയോഗിച്ച് കാന്തിക മണ്ഡലം സൃഷ്ടിക്കുന്ന സംവിധാനമാണ് വൈദ്യുത കാന്തങ്ങൾ എന്ന് പറഞ്ഞത്, ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോളിനോഡ് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. നമ്മൾ സോളിനോഡിലേക്ക് കറണ്ട് കൊടുത്തു ഇല്ലേ, കറണ്ട് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അതിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്, മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതെന്താണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അപ്പൊ നോക്കിയേ, ഇലക്ട്രോ മാഗ്നറ്റ്സ് ആർ ഡിവൈസസ് ദാറ്റ് ക്രിയേറ്റ് മാഗ്നറ്റിക് ഫീൽഡ് യൂസിങ് ഇലക്ട്രിസിറ്റി. വൈദ്യുതി ഉപയോഗിച്ചിട്ട് കാന്തിക മണ്ഡലം സൃഷ്ടിക്കുന്ന സംവിധാനമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, വൈദ്യുത കാന്തങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയറായല്ലോ. അപ്പൊ അങ്ങനെയാവുകയാണെങ്കിൽ നമുക്കൊരു ശക്തിയായിട്ടുള്ളൊരു എന്താണ് ഒരു വൈദ്യുതകാന്തം എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. അപ്പൊ ഇതേ രീതിയിൽ തന്നെ ഇതുകൊണ്ടല്ലേ സോളിനോയിഡിന് എന്താണെന്ന് പറഞ്ഞാൽ ലൂപ്പ് ഓഫ് വയേഴ്സ് കൊണ്ട് ഒരു അയൺ കോർ വെച്ചു. അയൺ കോർ ഒക്കെ വെക്കുമ്പോൾ നമ്മൾ നോർമലി ഒരു സോളിനോയിഡ് വെക്കും, ഒരു അയൺ കോർ വെക്കുമ്പോൾ എന്താണ് വ്യത്യാസമുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നുണ്ട്. അപ്പോൾ ഒരു സോഫ്റ്റ് അയൺ കോർ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കൂട്ടാം, ശക്തമായിട്ടുള്ള ഒരു വൈദ്യുതകാന്തം നമുക്ക് നിർമ്മിക്കാം.
ഇല്ല. അതുപോലെ കറണ്ട് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവിടെ എന്താണ് അതിൻ്റെ ഒരു ശക്തിയായിട്ടുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഹൗ ടു മേക്ക് ആൻ ഇലക്ട്രോമാഗ്നറ്റ്, എങ്ങനെ നമുക്ക് ശക്തമേറിയ ഒരു ഇലക്ട്രോമാഗ്നറ്റ് നിർമ്മിക്കാം. എന്താണ് നമുക്ക് ഒന്നെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, നല്ലപോലെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ സോഫ്റ്റ് ആൻഡ് കോർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയുള്ള സോഫ്റ്റ് ആൻഡ് കോർ വെക്കുക, കറണ്ട് കൂട്ടുക. ഇല്ല, കറണ്ട് കൂട്ടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പവർഫുൾ ആയിട്ടൊരു മാഗ്നറ്റായിട്ട് മാറും, ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറും. സിംപ്ലസ്റ്റ് ഇലക്ട്രോമാഗ്നറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കോയിൽ ചെയ്ത് ഇങ്ങനെ സോളിനോയിഡ് ആക്കി വെച്ചിട്ട് കറണ്ട് കൊടുത്തിട്ട് സിംപ്ലസ്റ്റ് ഇതായിട്ട് മാറും കേട്ടോ, സിംപ്ലസ്റ്റ് ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് മാറും. ഒരു പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റ് ആക്കി മാറ്റണമെങ്കിൽ എന്താണ്? റാപ്പിംഗ് ദ വയർ അറൗണ്ട് ആൻഡ് ഫെറോമാഗ്നറ്റിക് കോർ ലൈക്ക് ആൻ അയൺ നെയിൽ മേക്സ് ദ ഇലക്ട്രോമാഗ്നറ്റ് മോർ പവർഫുൾ. അതായത് ഒരു സോഫ്റ്റ് ആൻഡ് കോറിന് മേളിൽ ചുറ്റുക, അതിന് നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, കറണ്ട് കൂട്ടുക. അപ്പം എന്ത് സംഭവിക്കും? അത് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളൊരു ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് മാറും. ഇലക്ട്രിസിറ്റി മാറ്റി കഴിഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് അവിടെ വാനിഷ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആയാലും സോളിനോയിഡും ഇലക്ട്രോമാഗ്നറ്റ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ 1-2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ആൻസർ ചെയ്യാമേ. നോക്കിയേ, ദ ഫിഗേഴ്സ് ഓഫ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ലൂപ്സ് ആർ ഗിവൺ ബിലോ. വിച്ച് ഫിഗേഴ്സ് ഗീവ് ദ കറന്റ് റെപ്രസെന്റേഷൻ? ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ഫിഗേഴ്സ് ഓഫ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടിങ് ലൂപ്സ് ആർ ഗിവൺ ബിലോ. Which figures give the correct representation of the magnetic polarity of the end you are facing? വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകവലയങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഭാഗത്തെ കാന്തിക ധ്രുവവുമായി ബന്ധപ്പെട്ട ശരിയായ ചിത്രം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നോക്കിയേ, ഇതാ ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, അല്ല ഇതാ ഇങ്ങനെ പോകും. ഇതാ നോക്കിയേ, ഓരോന്നിൻ്റെ കേസിൽ നിങ്ങൾ നോക്കുക, ഓരോന്നിൻ്റെ കറണ്ട് ഇതാ ഇങ്ങനെ പോകും. നിങ്ങൾ തന്നെ പറ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇവിടെ നോക്കുമ്പോൾ കറണ്ട് ഇതാ ഈ രീതിയിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ പറയാം. ആദ്യത്തെ ഫിഗർ നോക്കിയാൽ കറണ്ട് ഇതാ ഇങ്ങനെയാണ് പോകുന്നത്. ഏത് രീതിയിലാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏതാണെന്നാണ് പഠിച്ചിരിക്കുന്നത്? സൗത്ത് ആണെന്നല്ലേ പഠിച്ചിരിക്കുന്നത്. അപ്പം ഇത് ശരിയാണോ? ഇത് റോങ് ആണ്. ഇതാ ഇവിടെ നോക്കിയേ, കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇതവിടെ എങ്ങനെയാണ് പോകുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലേ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുമ്പോൾ എങ്ങനെയാണ്? സൗത്ത് പോളാന്ന് പഠിച്ചു. അപ്പം ഇത് കറക്റ്റാണ്. ഇനി അടുത്ത ഫിഗർ നോക്കിയാൽ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഈ രീതിയിലാണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാകുമ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? നോർത്താന്ന് പഠിച്ചു. അപ്പം ഇത് നോർത്ത് അല്ല കാണിച്ചിരുന്നത്. അപ്പം ഇത് കറക്റ്റാണ്. ഇവിടെ നോക്കിയേ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോക്കിയേ സൗത്ത് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇത് റോങ് ആണ്. അപ്പം ഏതൊക്കെയാണ്? ബിയും സിയും കേട്ടോ, ബിയും സിയും ആണ് ഇവിടുത്തെ കറക്റ്റ്. ക്ലിയർ ആയോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ നോക്കിയ ഫിഗർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാട്ട് ഈസ് എ മാഗ്നറ്റിക് പൊളാരിറ്റി ഓഫ് എൻഡ് എ? ഇവിടുത്തെ പൊളാരിറ്റി കണ്ടുപിടിക്കണം. വാട്ട് ഈസ് എ മാഗ്നറ്റിക് പൊളാരിറ്റി ഓഫ് എൻഡ് ബി? എൻഡ് എയിലെയും എൻഡ് ബിയിലെയും മാഗ്നറ്റിക് പൊളാരിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കി കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി, ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. ഈ ഒരു രീതിയിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതായത് ഓരോ ചുറ്റിലും ഇങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ രണ്ടാമത് പഠിച്ചില്ല, വിരലുകൾ ഇല്ലേ, വിരലുകൾ ചൂണ്ടിപ്പിടിക്കുന്ന ആ രീതിയിലുള്ള നോക്കിയേ, ആ രീതിയിലുള്ള ചിത്രം നോക്കുക. ഈ ചിത്രം കണ്ടോ? ഈ ചിത്രം നോക്കിയേ. അപ്പൊ കറണ്ട് ഇതുവഴിക്കാണ് ഫ്ലോ ചെയ്യുന്നത്. ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ കറണ്ട് എന്താണ്? മറ്റു വിരലുകളുണ്ടല്ലോ, മറ്റു വിരലുകളുടെ ആ ഡയറക്ഷനിലേക്കാണല്ലോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താണ്? അപ്പം എ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഭാഗം, തമ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മൾ കണ്ടായിരുന്നു. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഈ രീതിയാണ്. വിരലുകളിൽ മറ്റു വിരലുകൾ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന രീതിയിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഏതായിരിക്കും? നോർത്ത് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ ഒരു പോയിന്റ് ഏതാണ്? ബി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് നോർത്ത് ആയിരിക്കും. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് സൗത്തും ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം എ എന്ന അഗ്രത്തെ ഏതായിരിക്കും? എയുടെ അവിടെ കാണിക്കുന്നത് സൗത്ത് ആയിരിക്കും. ബിയുടെ അവിടെ എന്തായിരിക്കും? നോർത്ത് ആയിരിക്കും കാണിക്കുന്നത്. ക്ലിയർ ആയാലോ? അപ്പൊ ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലായോ എങ്ങനെയാന്നുള്ളത്? നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കണ്ട. ഇങ്ങനെ സോളിനോഡിന്റെ കേസിലാണ് കേട്ടോ. സോളിനോഡ് നമ്മൾ ചുറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ബാക്കി വിരലുകൾ കറണ്ട് ഡയറക്ഷനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തമ്പ് നോർത്തിനെ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മളിപ്പോ കണ്ടത് സോളിനോഡിന്റെ കേസിലാണ്. ഇപ്പൊ സോളിനോഡിലൂടെ നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതേസമയം നമ്മളൊരു ബാർ മാഗ്നറ്റ് എന്താണ്? അതിന് ചുറ്റും എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം എന്താ നമുക്ക് നോക്കാം. അതായത് ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ സോളിനോഡിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയാണ്? ഒരുപോലെയാണോ? അല്ലെങ്കിൽ അതിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണോ? ഒരുപോലെയാണോ? നമുക്കൊന്ന് നോക്കാം.
ക്വസ്റ്റ്യൻ കണ്ടോ, ആർ ദർ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ ബാർ മാഗ്നറ്റ് ആൻഡ് ദാറ്റ് അറൌണ്ട് എ കറന്റ് ക്യാരിയിങ് സോളിനോയിഡ്? ഒരു ബാർ മാഗ്നറ്റിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന, കണ്ടില്ല, വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിനെയും ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന് സമാനതകൾ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടില്ലേ, ഒരു ഷീറ്റിലേക്ക് നമ്മളൊരു ബാർ മാഗ്നറ്റ് വെച്ചിട്ട് കുറച്ച് അയണിന്റെ പൊടികളുണ്ടല്ലോ വെച്ച് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും അത്. നമ്മൾ ചുമ്മാ വെതറുവാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു രീതിയിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അയണിന്റെ ഇരുമ്പ് പൊടിയൊക്കെ എവിടുന്നേലും കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഒരു പേപ്പറിൽ വെച്ചിട്ട് ബാർ മാഗ്നറ്റ് അതിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ വെതറിക്കഴിഞ്ഞാൽ, ഷീറ്റിലേക്ക് വെതറിക്കഴിഞ്ഞാൽ അതെല്ലാം ഈ ഒരു രീതി അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും, നോർത്തിൽ നിന്നും സൗത്തിലേക്കുള്ള രീതിയിൽ. അതുപോലെ തന്നെ നമ്മൾ സോളിനോയിഡ് എടുത്തിട്ടും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, കറണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മളൊരു അയൺ പൗഡർ നമ്മൾ അതിലേക്ക് സ്പ്രെഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ തന്നെ എന്താണ് അവിടെ കാന്തിക മണ്ഡലം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ബാർ മാഗ്നറ്റിന്റെയും സോളിനോയിഡിന്റെയും ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലം ഉണ്ട്. അപ്പം കാന്തിക മണ്ഡലം അതുപോലെ തന്നെ അതിന്റെ രേഖകളും എങ്ങനെയായിരിക്കും, ഒരുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം ഒരു ബാർ മാഗ്നറ്റിന്റെയും അതുപോലെ തന്നെ സോളിനോയിഡ്, കറന്റ് ക്യാരിയിങ് സോളിനോയിഡ് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും, ഒരുപോലെ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ അതിന്റെ എന്താണ് പൊളാരിറ്റിക്ക് വ്യത്യാസം വരാം, ഇല്ലേ? കറന്റ് ഡയറക്ഷൻ ഇവിടെ ബാർ മാഗ്നറ്റിനാകുമ്പോൾ എങ്ങനെയാണ്, പൊളാരിറ്റി എപ്പോഴും ഒരുപോലെ ആയിരിക്കും. അതേസമയം സോളിനോയിഡ് എങ്ങനെയാണ്, നമുക്ക് കറന്റ് ഡയറക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ പൊളാരിറ്റി വ്യത്യാസം വരുത്താമല്ലോ. അതുപോലെ തന്നെ എന്താണ് അതിന്റെ സ്ട്രെങ്ത്, നമുക്ക് ബാർ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് എങ്ങനെയാണ്, ഒരു എന്താണ് പർട്ടിക്കുലർ സ്ട്രെങ്ത് ആയിരിക്കും, പെർമനന്റ് ആയിരിക്കും. അതേസമയം സോളിനോയിഡ്, കറന്റ് ക്യാരിയിങ് സോളിനോയിഡ് സ്ട്രെങ്ത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും, ഇല്ല? കൂട്ടാൻ സാധിക്കുമല്ലോ. സോഫ്റ്റ് അയൺ കോർ വെക്കുമ്പോഴും അല്ലെങ്കിൽ കറന്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഒക്കെ എന്താണ് വ്യത്യാസം വരുത്താൻ സാധിക്കും, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാവുകയാണെങ്കിൽ നമുക്കൊരു ഡിഫറൻസ്, ഒരു കമ്പാരിസൺ നോക്കാം കേട്ടോ. സോളിനോയിഡിന്റെ ബാർ മാഗ്നറ്റിനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ കമ്പാരിസൺ എന്താന്ന് നോക്കുക കേട്ടോ. ബാർ മാഗ്നറ്റിനെ സംബന്ധിച്ചോളം എങ്ങനെയാണ്, മാഗ്നറ്റിസം പെർമനന്റ് ആണ്, സ്ഥിരമാണ്. സോളിനോയിഡ് എങ്ങനെയാണ്, ടെമ്പററി ആണ്. കാരണം ഇലക്ട്രിസിറ്റി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മാഗ്നറ്റിസം പോയി, ഇല്ലേ? ബാർ മാഗ്നറ്റ് പെർമനന്റ് മാഗ്നറ്റ് ആണ്. പക്ഷെ സോളിനോയിഡ് ഇലക്ട്രോ മാഗ്നറ്റ് അല്ലേ? കറന്റ് പാസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ബാർ മാഗ്നറ്റിന് വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, സോളിനോയിഡ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അത് നമുക്ക് കൂട്ടുകയും ചെയ്യാം. മനസ്സിലായല്ലോ? സ്ട്രെങ്ത് കനോട്ട് ബി ചേഞ്ച്ഡ് ബാർ മാഗ്നറ്റിന്. പക്ഷെ സോളിനോയിഡിൽ എങ്ങനെയാണ്, സ്ട്രെങ്ത് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ചേഞ്ചിങ് ദ കറന്റ് ത്രൂ ഇറ്റ് ഓർ ചേഞ്ച് ദ നമ്പർ ഓഫ് ടേൺസ്. ഒന്നുകിൽ കറണ്ട് കൂട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്താണ് നമ്പർ ഓഫ് ടേൺസ് ചേഞ്ച് ചെയ്താലോ അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ കോറിന്റെ ഒക്കെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനൊക്കെ കൂട്ടിയാലൊക്കെ നമുക്ക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി ഇതാ നോക്കിയേ, പൊളാരിറ്റി ഈസ് ഫിക്സ്ഡ് ആൻഡ് കനോട്ട് ബി ഈസിലി റിവേഴ്സ്ഡ്. പൊളാരിറ്റി ബാർ മാഗ്നറ്റ് എങ്ങനെയാണ്, ഫിക്സ്ഡ് അല്ലേ, നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? പക്ഷെ സോളിനോയിഡിന്റെ കേസിൽ എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യാൻ പറ്റും, ഇല്ലേ? ഡയറക്ഷൻ, കറന്റ് ഡയറക്ഷൻ ഒക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പൊളാരിറ്റി നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബാർ മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ് കേട്ടോ. ഒരു 4 എണ്ണെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ, നമുക്കെപ്പോഴും ചോദിക്കുന്നതാണ്. മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട് കേട്ടോ. കാന്തശക്തി സ്ഥിരമാണ്, താൽക്കാലികമാണ്, വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല, വ്യത്യാസപ്പെടുത്താൻ കഴിയും, കാന്തിക ധ്രുവത മാറ്റാൻ കഴിയില്ല, കാന്തിക ധ്രുവത മാറ്റാൻ കഴിയും കേട്ടോ. അപ്പം പോയിന്റുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഇത് എവിടെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇപ്പം മാഗ്നറ്റിക് അല്ലെങ്കിൽ സോളിനോയിഡിന്റെ കേസിൽ കണ്ടു. ഇലക്ട്രോമാഗ്നറ്റ്സ് നമുക്ക് പൊതുവെ പറയാം, ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ മാഗ്നറ്റ് ആയി മാറുന്നവയാണ് എന്ത്, ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഇലക്ട്രോമാഗ്നറ്റിലേക്ക് നമ്മൾ സ്ട്രെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ, മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ മറ്റു വസ്തുക്കളൊക്കെ എന്താണ് ആകർഷിക്കുമല്ലോ, ശരിയല്ല? അപ്പൊ അങ്ങനെ ആകർഷിക്കുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്, ഇതാ നോക്കിയേ, കണ്ടല്ലേ? ഇതാണ് ഇതെന്താണ്, ക്രെയിൻസ് യൂസിങ് ഇലക്ട്രോമാഗ്നറ്റ്സ് ഉപയോഗിച്ച് ക്രെയിൻ, അല്ലേ? ക്രെയിൻ അതായത് നമ്മൾ എന്താണ് ഈ പാഴ്വസ്തുക്കളിൽ നിന്നൊക്കെ ഇരുമ്പിനെയൊക്കെ വേർതിരിച്ചെടുക്കാൻ വലിയ ഹൈ സ്ട്രെങ്ത് ഉള്ള എന്താണ് ക്രെയിനൊക്കെ, മാഗ്നറ്റിക് ഘടിപ്പിച്ചിട്ടുള്ള ക്രെയിനൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വേസ്റ്റിന്റെ അകത്തുനിന്നും ഇരുമ്പിനെയൊക്കെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതുപോലെ മാഗ്ലെവ് ട്രെയിനിന്റെ കാര്യം അറിയാലോ, അത് ടച്ച് ചെയ്യുന്നില്ല കേട്ടോ. മാഗ്നറ്റ് എന്ന് വെച്ചാൽ റെയിലുമായിട്ട് ടച്ച് ചെയ്യുന്നില്ല, ശക്തമേറിയ മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്, റെയിലുമായിട്ട് ടച്ച് ചെയ്യാതെയാണ് അത് വർക്ക് ചെയ്യുന്നത്. മനസ്സിലാവും? അപ്പൊ ടച്ച് ചെയ്യാതെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഫ്രിക്ഷൻ ഒന്നും ഉണ്ടാകില്ല. അതാണ് മാഗ്ലെവ് ട്രെയിൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹൈ സ്പീഡൊക്കെ തന്നെയാണ്, പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് റെയിലുമായിട്ട് കോണ്ടാക്ട് വരുന്നില്ല. അതാണ് മാഗ്ലെവ് ട്രെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ MRI സ്കാനർ
നമ്മൾ ആദ്യമേ ചാപ്റ്റർ പഠിച്ചപ്പോൾ കണ്ടില്ലായിരുന്നു MRI സ്കാനറിൽ ഹൈ മാഗ്നറ്റിക് ഫീൽഡാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഡേഞ്ചർ ആണെന്ന് പറയാൻ കാരണം. വളരെ ശക്തി കൂടിയ വൈദ്യുതകാന്തിക മണ്ഡലങ്ങളാണ് ഈ MRI സ്കാനിങ്ങിലുള്ളത്. ഇപ്പം നമുക്കറിയാം സ്കാൻ ചെയ്യാൻ നേരത്തെ സമയത്ത് നമ്മുടെ മെറ്റൽസ് ഒക്കെ നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ ഊർന്നെന്ന് പറയൂല. അതിന് കാരണം എന്താണ്? ഓർണമെന്റ്സ് ഒക്കെ ഊരില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കാന്തിക മണ്ഡലം വളരെ ശക്തമാണല്ലോ. MRI സ്കാനിങ്ങിൽ കാന്തിക മണ്ഡലം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണ്. അപ്പം എന്താണ്? ആകർഷിക്കും, മെറ്റൽസിലൊക്കെ ആകർഷിക്കും. അപ്പം കൃത്യമായിട്ടുള്ള നമുക്ക് ഇമേജ് ഒന്നും കിട്ടൂല. അതുപോലെ തന്നെ ശക്തമായിട്ട് ഈ മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അപകടങ്ങളൊക്കെ വരാൻ ചാൻസ്, നമ്മുടെ ബോഡിയിലേക്ക് അപകടങ്ങളൊക്കെ മെറ്റൽസ് ഒക്കെ അണിയുമ്പോൾ. അതുകൊണ്ടാണ് അത് റിമൂവ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ കൃത്യമായിട്ടുള്ള ഇമേജുകളൊന്നും ഉണ്ടാവുകയില്ല. ഇതൊക്കെ ഇലക്ട്രിക് മോട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ കണ്ടില്ലേ, സോഫ്റ്റ് ആൻഡ് കോർമേൽ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. കോയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുക. പക്ഷെ അതിന് ചുറ്റും എന്താണ്? ഒരു മാഗ്നറ്റിക് ഷീൽഡ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നല്ല ഹൈ സ്ട്രെങ്ത് ആണ് ഇവിടെ ഉണ്ടാകുന്നത് ഇലക്ട്രിക് മോട്ടറിലൊക്കെ. പക്ഷെ ഇതിന് ചുറ്റും എന്താണ്? ഒരു മാഗ്നറ്റിക് ഷീൽഡ് ഉണ്ട്. ഇരുമ്പ് കൊണ്ടുള്ള, അയൺ കൊണ്ടുള്ള ഒരു മാഗ്നറ്റിക് ഷീൽഡ് ഉള്ളതുകൊണ്ട് അത് പുറത്തോട്ട് വരികയില്ല. അതുകൊണ്ട് ഇലക്ട്രിക് മോട്ടറൊക്കെ സേഫ് ആണ്. അതേസമയം ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഷീൽഡൊന്നും കൊടുക്കുന്നില്ല. ഹൈ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ഫലമായിട്ട് ഇമേജ് ഒക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇലക്ട്രിക് മോട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഷീൽഡ് വെക്കുന്നുണ്ട്. അതായത് ഒരു അയൺ കൊണ്ടുള്ള ഷീൽഡ് വെക്കുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പൊ അത് സേഫ് ആണ്. ക്ലിയർ അല്ല? അപ്പൊ ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ക്ലിയർ ആയാലോ? ആദ്യമേ നമ്മൾ ചാപ്റ്ററിന്റെ ഫസ്റ്റ് കണ്ടില്ലായിരുന്നു ഡേഞ്ചർ ആണെന്ന് എഴുതിയിരിക്കുന്നതിന് കാരണം അത് എന്തുകൊണ്ടാണ്? ശക്തമേറിയ മാഗ്നറ്റ് ആണ്. അത് അപകടങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയാലോ? ദാറ്റ് ഈസ് എ റീസൺ കേട്ടോ. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, MRIയുടെ കാര്യം പറഞ്ഞിരിക്കുന്നുണ്ട്. വെരി സ്ട്രോങ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സ് ആർ യൂസ്ഡ് ഇൻ MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ. വി നോ ദാറ്റ് പേഷ്യൻസ് ആർ ആസ്ക്ഡ് ടു റിമൂവ് ഓൾ ഓർണമെന്റ്സ് അല്ലേ ബിഫോർ അണ്ടർഗോയിങ് ആൻ MRI സ്കാൻ. സിൻസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ MRI സ്കാനർ ഈസ് വെരി സ്ട്രോങ്, മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആൻഡ് മേ കോസ് ആക്സിഡൻസ്. ആ മെറ്റലിന്മേൽ അട്രാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദ പ്രസൻസ് ഓഫ് അതർ മെറ്റൽസ് റെഡ്യൂസസ് ദ അക്യുറസി ഓഫ് ദ സ്കാനിങ് റിപ്പോർട്ട്. അപ്പം മറ്റ് മെറ്റൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആകർഷണം വരികയില്ല. അപ്പം അതിന്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ആക്യുറസി ഒക്കെ വ്യത്യാസം വരാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം അതാണ് കാരണം. ഇനി ഇഫ് ദർ ഈസ് എ മാഗ്നറ്റിക് ഷീൽഡിംഗ് മെയ്ഡ് ഓഫ് അയൺ ഷീറ്റ് ഉപയോഗിച്ചുള്ള മാഗ്നറ്റിക് ഷീൽഡിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് നൈദർ ഫ്ലോസ് ഔട്ട് ഓർ നോർ കോസ് ഇനി ആക്സിഡന്റ്. പുറത്തേക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ഒന്നും വരികയില്ല. അപ്പം ഇത് ഇലക്ട്രിക് മോട്ടറിലൊക്കെ അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആക്സിഡൻസ് ഒന്നും ഉണ്ടായില്ല. ക്ലിയർ ആയാലോ? ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉപയോഗിച്ചിട്ട് വളരെയധികം ഉപകാരങ്ങൾ ഉണ്ട്. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, അതുപോലെ കെയർഫുൾ ആയിട്ട് സൂക്ഷിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ യൂസസുകളൊക്കെ കേട്ടോ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. MRIയുടെ കാര്യങ്ങളൊക്കെ മാഗ്നറ്റിക് ഉണ്ടല്ലേ, വലിയ ക്രെയിൻ ഉപയോഗിച്ചിട്ട് മാഗ്നറ്റിക് ഉണ്ടല്ലേ, വേസ്റ്റിൽ അയൺസിനെ ഒക്കെ മാത്രം എടുക്കുന്നതൊക്കെ മാഗ്നറ്റ് ഉപയോഗിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ മാംഗ്ലൂർ ട്രെയിനിന്റെ കാര്യം പറഞ്ഞു. മാംഗ്ലൂർ ട്രെയിനിന്റെ കാര്യം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ റെയിലുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല. ഹൈ മാഗ്നറ്റ് ആണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം ആ കോണ്ടാക്ട് വരാതെ തന്നെ അത് മൂവ് ചെയ്യുവാണ്, ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ഇപ്പം ഫ്രിക്ഷനൊക്കെ ഇപ്പം ടച്ച് ചെയ്യുമ്പോഴല്ലേ ഫ്രിക്ഷനൊക്കെ വരുന്നത്. അപ്പം ഫ്രിക്ഷനൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്. ക്ലിയർ ആയല്ലോ? അപ്പം ശക്തമായിട്ടുള്ള കാന്തിക മണ്ഡലം ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ആണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ശക്തമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക, പഠിക്കുക. അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മള് സോളിനോയിഡിനെ കുറിച്ചാണ് പഠിച്ചു വന്നത്. അപ്പൊ സോളിനോയിഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റുകളൊക്കെ ക്ലിയർ ആയല്ലോ? ഏതൊക്കെയാണ് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കേട്ടോ. സോളിനോയിഡിന്റെ മാഗ്നറ്റിക് സ്ട്രിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക. അതുപോലെ നോർത്ത് പോളും സൗത്ത് പോളും എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, സോളിനോയിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. സ്ട്രെങ്ത് എങ്ങനെ കൂട്ടാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ബാർ മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോളിനോയിഡ് ഒരു ഇലക്ട്രോമാഗ്നറ്റ് ആണ്. ഇലക്ട്രോമാഗ്നറ്റ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. വിച്ച് ആർ ദ സിറ്റുവേഷൻസ് വി യൂസ് സ്ട്രോങ് ഇലക്ട്രോമാഗ്നറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ എഴുതാം. ഓക്കെ ആണല്ലോ? കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. അതാണ് പ്രത്യേകം പറയാനുള്ളത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ സോളിനോയിഡ് പഠിക്കുവാണെങ്കിൽ എന്താണ് സോളിനോയിഡ് നോട്ട് ചെയ്ത് വെക്കുക, ഷോർട്ടായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. സോളിനോയിഡിന്റെ സ്ട്രെങ്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം അങ്ങനെ
പോയിന്റുകളൊക്കെ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ വായിക്കണം, വായിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഈ ഒരു ക്ലാസ് സോളിനോളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, കമന്റിൽ ചോദിക്കുക, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും നല്ലതുപോലെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു.